ഇനി നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളം ഇന്ന് ഈ ഇന്ത്യയിൽ ഏറ്റവും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു ദിവസം 4 മണിക്കൂറൊക്കെയാണ് പരമാവധി നമ്മൾ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു അധ്വാനത്തിന്റെ ആ ഒരു ലെവൽ എത്രത്തോളം. ഇപ്പൊ നമുക്കൊക്കെ ഇവിടെ നിന്ന് ഒരു പ്രാവശ്യം ഒന്ന് ബോംബെയിലോ ദുബായിലോ ഒക്കെ ഒന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം ക്ഷീണമാണ്, ജെറ്റ് ലാഗും വിശപ്പും ക്ഷീണവും ഒന്നും പറയണ്ട. ഇത് ഓരോ അമേരിക്ക എന്നൊക്കെ 12ഉം 13ഉം മണിക്കൂർ ഫ്ലൈറ്റ് കഴിഞ്ഞ് വന്ന് നേരെ പോകുന്ന ഏതെങ്കിലും ഒരു പ്രസംഗ വേദിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ നേരെ പോകുന്ന ഒരു ഓഫീസിലേക്കായിരിക്കും. അങ്ങനെ ടയർലെസ് ആയിട്ട് ഈ പ്രായത്തിലും ഇപ്പോഴും അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ കണ്ട കാലത്തിനിടയിൽ, അതായത് അദ്ദേഹം ഓപ്പൺ പൊളിറ്റിക്സിലേക്ക്, അതായത് ഒരു ഭരണപരമായ ഇതിലേക്ക് വന്നിട്ട് ഇപ്പൊ 25 വർഷമായി, 2001 വന്ന ഇത്രയും നാള് 4 നൂറ്റാണ്ട് ഇതിനിടയിൽ ഒരു ദിവസം ഈ മനുഷ്യൻ ലീവ് എടുത്തിട്ടില്ല. മനുഷ്യ ഒരു ഞായറാഴ്ച ഇല്ല, ഹോളിഡേ ഇല്ല, ഒന്നുമില്ല, ഇങ്ങനെ പ്രവർത്തിക്കുക. ഇനി ഈ മനുഷ്യന്റെ ആരോഗ്യത്തിനെ പറ്റി പറയുകയാണ്. നല്ല ഒന്നാം തരം ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ആരോഗ്യം അങ്ങേയറ്റത്തെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ചിട്ടയോടെയുള്ള ജീവിതം നയിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇതൊന്നും ആർക്കും നിഷേധിക്കേണ്ട കാര്യമില്ല. കാര്യം ഇതൊന്നും യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിന്റെ നയങ്ങളെയോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളെയോ അല്ലെങ്കിൽ അതൊക്കെ വിമർശിക്കാം. പക്ഷെ ഇത് ഒരു വേറൊരു യാഥാർത്ഥ്യം. ഇങ്ങനെയുള്ള ഒരാളിന് ഈ 75 വയസ്സായി എന്ന സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്ക് തരേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അദ്ദേഹത്തിന് ഇനിയും എത്രയോ നാള് ഈ എനർജിയോടുകൂടി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസ്ഥയുണ്ട്.